അജിതയുടെ മൃതദേഹം സുഹൃത്തുക്കൾക്ക് വിട്ടു നൽകിയാൽ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പോലീസിന്റെ വാദം. മൃതദേഹം തമിഴ്നാട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുമെന്നും പ്രതിഷേധ റാലിയായി ഇത് മാറുമെന്നും അവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയാൽ മനുഷ്യാവകാശ പ്രവർത്തകർ സ്വീകരിക്കുന്ന അനന്തര നടപടികളെക്കുറിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. കോഴിക്കോട്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്നും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ 2 മണിക്കൂർ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള അനുമതിയുമാണ് ഇവർ കോടതിയിൽ ചോദിച്ചത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാൽ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. കുപ്പു ദേവരാജന്റെ മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കുന്നതിനെതിരെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി പൊതുദർശനം പോലീസ് അനുവദിച്ചിരുന്നുമില്ല. എന്നാൽ സംഭവത്തിൽ തങ്ങൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധങ്ങളെ ഒഴിവാക്കാൻ പോലീസ് സംഘപരിവാർ സംഘടനകളെ കൂട്ടുപിടിക്കുകയാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആരോപണം. വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ പോളിടെക്നിക് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതും പോലീസിന്റെ ശുപാർശ പ്രകാരമായിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ നാളെ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം പരിഗണിച്ചാകും മൃതദേഹം വിട്ടു നൽകുന്നതിൽ കോടതിയിൽ നിന്നും അന്തിമ തീരുമാനമുണ്ടാകുക. റിപ്പോർട്ടർ, കോഴിക്കോട്.